ഓക്കെ, നമ്മളെവിടെ പറഞ്ഞേ? എവിടെ നമ്മൾ പറഞ്ഞേ? ഫ്രാക്ഷൻ അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഹോളിനെ റെപ്രസെന്റ് ചെയ്യാൻ, ടോട്ടൽ ആയിട്ടുള്ള ഒരു മുഴുവൻ വസ്തുവിനെ, മുഴുവൻ ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഏത് നമ്പറാ യൂസ് ചെയ്യാം? 1 എന്നുള്ള നമ്പർ. അപ്പൊ ഒന്നുമില്ല എന്നുള്ളതിനെ നമ്മൾ 0 എന്നുള്ള നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എന്താ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്ന നമ്പർ 0നും 1നും ഇടയിലായിരിക്കും. The number of fractions are always lies between 0 and 1. Fractions are always less than 1 and greater than 0. Okay, ഏത് ഫ്രാക്ഷൻ എടുത്ത് നോക്കിയാലും അതിന്റെ വാല്യൂ 0നേക്കാളും വലുതും 1നേക്കാളും ചെറുതുമായിരിക്കും. Then ആ ഡയഗ്രാം നോക്കിയേ. This is one or whole. ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയറിനെ നമ്മൾ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ that square is divided into 4 parts. And out of these 4 parts, 3 ones are shaded. 3 എണ്ണത്തിന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. 4 ഭാഗമാക്കിയിട്ട് അതിൽ 3 എണ്ണത്തിന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒന്നിനെ, that one is divided into 4. And take 3 of them. This is 3/4 or 3/4 parts of a whole. അപ്പൊ നമ്മൾ എങ്ങനെ എടുത്തേ? 4 ഭാഗമാക്കിയതിൽ 3 എണ്ണം നമ്മൾ എടുത്തു. നമ്മൾ എങ്ങനെ പറയും? 3/4 of a whole. ആ മുഴുവൻ ഒബ്ജക്റ്റിന്റെ 4 ഭാഗമാക്കിയതിൽ 3 ഭാഗം, 3/4. Okay, any third diagram നോക്കിയേ. This is 3/8 or 3/8 of a group. അവിടെ ഒരു 8 ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. 8 ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതില് 3 എണ്ണം ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ആ 3 എണ്ണത്തിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 3/8. 8 ഭാഗമാക്കിയ 8 ഒബ്ജക്ട്സില് 3 ഒബ്ജക്ട്സ്. 3/8 of a group. അപ്പൊ എങ്ങനെയാ നമ്മൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്? The fraction is expressed as a number of a form a by b. A by b. ഫ്രാക്ഷന്റെ കോമൺ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫോം ആണ് a by b. a എന്ന് എഴുതും, അതിന് തൊട്ട് താഴെ ഒരു ചെറിയ ലൈൻ ഇടും, അതിന് താഴെ b. That is called a by b. When a and b are whole numbers. a യും b യും whole numbers ആയിരിക്കണം. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം എ ബിയും. ഏത് വേണമെങ്കിലും ആവാം, ഇന്റിജേഴ്സ് ഏത് വേണമെങ്കിലും ആവാം, ഡെസിമൽ നമ്പേഴ്സ് ആവാം, ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം ഫ്രാക്ഷന്റെ എയും ബിയും. ആൻഡ് ലിസൺ, ബി ഷുഡ് നെവർ ബി 0. ബി ഒരിക്കലും 0 ആവരുത്. ബി ഒരിക്കലും 0 ആവരുത്. എന്തുകൊണ്ടാ? നമ്മൾ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിവിഷന്റെ വേറെ രൂപമാണ് കേട്ടോ. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിവിഷന്റെ വേറെ രൂപമാണ് ഫ്രാക്ഷൻ. അപ്പോ a by b എന്ന് പറഞ്ഞാല് a divided by b തന്നെയാ മീനിങ്. b ഒരിക്കലും 0 ആവരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? we can never divide a number by 0. നമുക്ക് ഒരിക്കലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. So b should never be 0. b ഒരിക്കലും 0 ആവരുത്. Here aക്കും bക്കും ഓരോ പേരുണ്ട്, അറിയോ? ഫ്രാക്ഷനെ നമ്മൾ a by b നെ എക്സ്പ്രസ് ചെയ്യുന്നു. There is some name for a and b. Do you know what is that? A is called numerator and b is called denominator. കേട്ടിട്ടുണ്ടോ? Numerator and denominator. A is called numerator and b is called
denominator. Okay? അപ്പോ ഇതിന്റെ മലയാളം എന്താണെന്ന് അറിയോ? ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ ന്യൂമറേറ്റർ അംശം, ഡിനോമിനേറ്റർ ഛേദം. അത് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. Okay, then a fraction is expressed as a by b and a is called numerator and b is called denominator. A is called numerator and b is called denominator. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഈ ടെക്സ്റ്റിൽ പറയുന്നത്. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ വാം അപ്പ് എന്ന് പറഞ്ഞിട്ട് റീകോൾ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നേ. ഓക്കെ, അപ്പോ അതിന് തൊട്ട് താഴെ ട്രൈ ദീസ് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടോ? Write a fraction for each of the following: 1/4, 5, 6, 11, 12. അറിയോ എങ്ങനെ എഴുതണ്ടേന്ന്? 1/4. 1/4 എന്ന് പറഞ്ഞാല് ക്വാർട്ടർ മീൻസ് കാൽഭാഗം, ഹാഫ് മീൻസ് പകുതി, 3/4 മീൻസ് മുക്കാൽ ഭാഗം. നമ്മുടെ ഹോൾ ഒബ്ജക്റ്റിനെ കറക്റ്റ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താല് that 2 parts are called 2 halves. That is 1/2. 2 part ആക്കിയാല് 1 part. That is 1/2. ഇനി ഇതിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ, ഒരു ഹോൾ ഒബ്ജക്റ്റിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയാല് അതിൽ ഒന്നിനെ നമ്മൾ പറയും 1/4. എന്ത് പറയും? 1/4. 1/4. 4 പാർട്സ് ആക്കിയതില് 1 part. That is 1/4. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഹോൾ ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റ് ഫ്രാക്ഷൻ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ദോശയുടെ എക്സാമ്പിൾ എടുത്തു. നിങ്ങൾ ദോശ കഴിക്കാൻ എടുത്തിട്ട് അതിനെ കറക്റ്റ് 2 ഹാഫ് ആക്കിയാല്, 2 ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നിനെ ഹാഫ് എന്ന് പറയും, 1/2. 4 ഭാഗമാക്കിയാല് 1/4, 1/4. 6 ഭാഗമാക്കിയാല് 1/6, 1/6 of. 7 പാർട്സ് ആക്കിയിട്ട് 7 എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള 7 പാർട്സ് ആക്കിയിട്ട് 1/7, 1/7. അപ്പോ 1/4 എന്ന് പറഞ്ഞാല് 1/4. നെക്സ്റ്റ് 5, 6 പാർട്സ് ആക്കിയതിൽ 5 പാർട്സ്. ദാറ്റ് ഈസ് 5/6. ഇനി തേർഡ് വൺ 11, 12 പാർട്ട് ആക്കിയതില് 11 പാർട്ട്, 11/12. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ടുഡേ 6 out of 50 students are absent. What fraction of students are present? 50 students ഉള്ളതിൽ 6 students absent ആണ്. 6 out of 50 students are absent. The question is, what fraction of students are present? Total 50 students. അതില് 6 students absent ആണെങ്കിൽ എത്ര ആൾക്കാരായിരിക്കും പ്രസന്റ് ആയിട്ടിരിക്കുന്നത്? 44 students അല്ലേ? അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? 44/50. 44/50 സ്റ്റുഡൻസ് ആണ് പ്രസന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി 3 types of fractions ഉണ്ട് നമുക്ക് പഠിക്കാൻ. ടോട്ടൽ 3 types of fractions ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? പ്രോപ്പർ ഫ്രാക്ഷൻ, improper fraction, മിക്സഡ് ഫ്രാക്ഷൻ. ഇതൊക്കെ എന്താണെന്നറിയോ? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ്
ഫ്രാക്ഷൻ. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ എന്താന്ന്? സാധാരണ നോർമലി നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ മാത്രമേ നമുക്ക് എളുപ്പമുള്ളതായിട്ടുള്ളൂ. ഇംപ്രോപ്പർ ഫ്രാക്ഷനും മിക്സഡ് ഫ്രാക്ഷനും കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാൻ. അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? A proper fraction is a fraction whose numerator is less than its denominator. Proper fraction de numerator always less than denominator. Numerator എന്ന് പറഞ്ഞാൽ a by b ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. a ആണ് ന്യൂമറേറ്റർ, b ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനിൽ a is always less than b. That is, numerator is always less than denominator. In proper fraction, numerator is always less than denominator. Numerator ചെറുതും denominator വലുതും ആണെങ്കിൽ that fraction is called proper fraction. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണെങ്കിൽ, അതായത് ഫ്രാക്ഷന്റെ മുകളിലുള്ള നമ്പർ ചെറുതും താഴെയുള്ള നമ്പർ വലുതുമാണെങ്കിൽ, ദാറ്റ് ഫ്രാക്ഷൻ ഈസ് കോൾഡ് പ്രോപ്പർ ഫ്രാക്ഷൻ. എക്സാമ്പിൾ നോക്കി. 2/3, 5/7, 11/13, 23/50, 6/12, 10/50. ഇതൊക്കെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. The next, improper fraction. What do you mean by improper fraction? An improper fraction is a fraction whose numerator is more than or equal to its denominator. Proper fraction ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് improper fraction. That means numerator is always greater than or equal to denominator. Numerator എന്ന് പറയുന്നത് a by b ആണെങ്കിൽ numerator is a, denominator is b, and in improper fraction numerator is always greater than denominator. അതായത് ഫ്രാക്ഷന്റെ മേലെ വരുന്ന നമ്പർ വലുതും താഴെ വരുന്ന നമ്പർ ചെറുതുമാണെങ്കിൽ that type of fractions are called improper fraction. Okay. Next, mixed fraction. In the mixed fraction, mixed fraction means a fraction when expressed as a combination of natural number and a proper fraction is called a mixed fraction. Mixed എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ എന്തൊക്കെയോ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. എന്തൊക്കെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? A combination of a natural number. Natural number means 1, 2, 3, 4, 5, 6, 7, 8, etc. -1, -2, -3, -4, -5, -6, etc. These numbers are called natural numbers. Counting numbers neയാണ് നമ്മൾ natural numbers എന്ന് പറയുന്നത്. Okay, and a mixed fraction is a combination of a natural number and a proper fraction. ഒരു നാച്ചുറൽ നമ്പറിന്റെയും പ്രോപ്പർ ഫ്രാക്ഷന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ? എന്താ? In proper fraction, numerator is always less than denominator. അപ്പോൾ ഒരു ഹോൾ നമ്പറിന്റെ, ഒരു നാച്ചുറൽ നമ്പറിന്റെയും ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 2/3, 3 4/7, 5 1/9, 13 7/29 are all mixed fractions.
തന്നിരിക്കുന്ന എക്സാമ്പിൾ കണ്ടോ, ഒരു നാച്ചുറൽ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും. നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഒരു ഫ്രാക്ഷന്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. എഴുതിയാല് that should be always an improper fraction. മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഹോൾ നമ്പർ ഒഴിവാക്കിയിട്ട് ഫ്രാക്ഷന്റെ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്താല് that fraction should be always improper fraction. നമ്മളെപ്പോഴും മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിനോമിനേറ്റർ. എങ്ങനെ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതും അറിയോ? അതിന് തൊട്ട് താഴെ ഒരു എക്സാമ്പിൾ നോക്കി. എക്സാമ്പിൾ 1. Convert each of the following into a improper fraction. Page number 24. Convert each of the following into an improper fraction. First one, 1 2/3. 1 2/3 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ തന്നിരിക്കുന്ന നാച്ചുറൽ നമ്പർ 1, ആ 1നെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. 1 into 3. എന്നിട്ട് അതിനോടുകൂടി ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 1 into 3 plus 2. നാച്ചുറൽ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനോട് ന്യൂമറേറ്റർ ആഡ് ചെയ്തു. ആ കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ, അതായിരിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ. നമ്മൾ നാച്ചുറൽ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിനോട് ന്യൂമറേറ്റർ ആഡ് ചെയ്തു. ആ കിട്ടുന്ന നമ്പർ ആയിരിക്കും നമ്മളുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ. ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഏതായിരിക്കും? തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനിലുള്ളത്. മിക്സഡ് ഫ്രാക്ഷനുള്ള പ്രോപ്പർ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ. അവിടെ കണ്ടോ, ന്യൂമറേറ്ററിൽ 1 into 3, നാച്ചുറൽ നമ്പറിനെ 1 into അതിന്റെ ഡിനോമിനേറ്റർ 3 പ്ലസ് അതിന്റെ ന്യൂമറേറ്റർ 2. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആക്കി എഴുതി. 1 into 3 3 plus 2 5. എന്നിട്ട് എന്ത് ചെയ്തു? ആ മിക്സഡ് ഫ്രാക്ഷനിലുള്ള ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ തന്നെ ഇതിന്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. അപ്പൊ എന്തായി? 1 2/3 can be written as 5/3. ആ 5 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിയ രണ്ടാമത്തെ 3 7/4. 3 7/4. Natural number 3, denominator 7, numerator 4. അപ്പൊ നാച്ചുറൽ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 7. എന്നിട്ട് അതിനോട് കൂടി ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 3 into 7 plus 4. 3 into 7 21. 21 plus 4 25. ഇനി ഡിനോമിനേറ്റർ എഴുതുമ്പോൾ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ തന്നെ എഴുതാം. അപ്പൊ 3 7/4 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 25/7. Okay, next one, C, 5 1/9. 5 1/9. 5നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5നെ ഡിനോമിനേറ്റർ ആയ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനോടുകൂടി ന്യൂമറേറ്റർ ആഡ് ചെയ്തു. എത്ര കിട്ടി? 5 into 9 45. 45 plus 1 46. ന്യൂമറേറ്റർ 46, ഡിനോമിനേറ്റർ തന്നിരിക്കുന്ന ഫ്രാക്ഷനിലുള്ളത് 9. So 5 1/9 can be written as 46/9. ഇനി അടുത്തത് നോക്കിയേ, 13 7/29.
13 7/29. എങ്ങനെ മാറ്റി എഴുതും? 13 into 29. 13 into 29 plus 7. 13 into 29 എത്രയാ? 13 into 29, 377. അതിനോടുകൂടി 7 ആഡ് ചെയ്തു. 384 divided by 29. അപ്പൊ 3 ഫ്രാക്ഷൻ മനസ്സിലായല്ലോ. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇനി മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ മനസ്സിലായല്ലോ. ഡൗട്ട് ഇല്ലല്ലോ. ഇല്ല. ഇനി അടുത്ത പഠിക്കാനുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. നമ്മളിപ്പോ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് എഴുതി. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ടൈം തീരാതായി കേട്ടോ. ഇനി ഹോംവർക്ക് ഒന്നും വേണ്ട. നിങ്ങൾ ഫ്രാക്ഷൻ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റീകളക്ട് ചെയ്താൽ മതി കേട്ടോ. മുന്നേ എപ്പോഴാണ് പഠിച്ചതെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, see you next class. Bye.